നമസ്കാരം. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ്. മിഡിൽ ഈസ്റ്റിലെ സമാധാനം കുറേ കാലമായിട്ടുണ്ടായിട്ടില്ല. കുറേ കാലമായിട്ടെന്നല്ല, മിഡിൽ ഈസ്റ്റിലെ നമ്മൾ അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നതായിരിക്കുന്ന കാര്യം, ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചു, അവരുടെ സൈനിക തലവന്മാരെ കൊന്നു. മാത്രമല്ല, അവരുടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ പോലും ഇസ്രായേൽ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ വധിക്കുന്നത് ഇസ്രായേലിന് ഇത് ഒരു പുത്തരിയായിട്ടുള്ള കാര്യമല്ല. ഇതിനു മുമ്പും ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളെ പല നിലകളിൽ മൊസാദിൻ്റെ കില്ലർ സ്ക്വാഡ് ഉപയോഗിച്ച് കൊന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഇത്രയധികം ശത്രുത? ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പഠിക്കുമ്പോഴേ നമുക്കറിയാം, 1979 മുൻപ് വരെയും ഈ പറയുന്നതായിരിക്കുന്ന ശത്രുത ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതുക്ക് മുമ്പ് നമുക്ക് ഈ നിലയിലുള്ള ശത്രുതയൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ഇസ്രായേലും ഇറാനും തമ്മിൽ പല നിലകളിലെ അലയൻസ് ഉണ്ടായിരുന്നതാണ്. ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നതായിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇസ്രായേലും ഇറാനും എന്ന് പറയുന്നത്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം ഇസ്രായേലിനെ അംഗീകരിച്ച ഒരു രാജ്യം കൂടിയായിരുന്നു. അതായത് ഫസ്റ്റ് ഇസ്രായേലിനെ അംഗീകരിച്ച ഈ അറബ് രാജ്യങ്ങൾക്കിടയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്ത ഫസ്റ്റ് അംഗീകരിച്ചതായ ഒരു രാജ്യമായിരുന്നു ഈ ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ആ സമയങ്ങളിൽ വളരെ ഊഷ്മളമായിട്ട് പോയിരുന്നു. ഇസ്രായേലും ഇറാനും തമ്മിൽ നിരവധി എഗ്രിമെൻറ്റുകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. മാത്രമല്ല, ഇസ്രായേൽ എക്സ്പേർട്സുകൾ, പ്രത്യേകിച്ച് അവരുടെ വൈദഗ്ധ്യം കാണിക്കുന്ന ഒരു മേഖലയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇസ്രായേലി എക്സ്പേർട്സുകൾ, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ ഇറാനിയനായിട്ടുള്ള അഗ്രികൾച്ചർ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. ആ നിലയിലുള്ള സഹകരണം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഓയിൽ സംബന്ധമായിരിക്കുന്ന വ്യവസ്ഥകളും സഹകരണങ്ങളും ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ ടെക്നോളജിക്കലി ഇറാനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാൻ്റെ മിലിറ്ററിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിലും മറ്റുമൊക്കെ ആ തരത്തിൽ പോലും ഇസ്രായേൽ ഇറാനുമായിട്ട് സഹകരിച്ചിരുന്ന ഒരു ചരിത്രം 1979 മുൻപ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ചിരകാല വൈരികൾ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രങ്ങളല്ലായിരുന്നു ഇറാനും ഇസ്രായേലും എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴാണ് ഇറാൻ ഇസ്രായേലിൻ്റെ ശത്രുവായിട്ട് മാറിയതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇറാൻ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായിട്ട് അവർ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ US ബാക്ക് ചെയ്യുന്നതായിരിക്കുന്ന ഒരു രാഷ്ട്രം അവരോടുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ അറബ് രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ അവർക്കൊരു മേൽക്കോയ്മ കിട്ടും. 1979 ആയതോടുകൂടി കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധങ്ങൾക്കൊക്കെ വലിയ കോട്ടം തെറ്റി. അതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 1979 ഇസ്ലാമിക് റെവല്യൂഷൻ ആയിരുന്നു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ അങ്ങനെ തകർത്ത് കളഞ്ഞതായിരിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. 1979 ഇസ്ലാമിക് റെവല്യൂഷൻ സംഭവിച്ചു. മതപരമായിരിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കപ്പെട്ടതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാൻ്റെ കണ്ണിലെ കരടായി മാറുകയാണ് ഉണ്ടായത്. പലരും പറയുന്നു ഇതിൻ്റെ പിന്നിൽ എന്താണ്, മതപരമായിരിക്കുന്ന കാര്യമല്ല ഇതിൻ്റെ പിന്നിൽ കാരണം, പകരം പാലസ്തീൻ ജനതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കുക, അതോടുകൂടി ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം വരുമെന്നാണ് പലരും ഇതിനെ സംബന്ധിച്ച് അഭിപ്രായപ്പെടുന്നത്. റവല്യൂഷൻ സംഭവിച്ചതിന് ശേഷം ഇസ്രായേൽ ഇറാൻ്റെ ശത്രുവായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തുമാണ്? ഇസ്രായേലിനെ എന്തുകൊണ്ട് ശത്രുക്കളായിട്ട് അറബ് രാജ്യങ്ങൾ കാണും? എന്തുകൊണ്ട് ഇറാൻ കുറേ കാലം വലിയ സൗഹൃദത്തിലൊക്കെ ആയിരുന്നിട്ട് പിന്നീട് ഇറാനുമായിട്ട് ശത്രുതയിലായി? ഇസ്ലാമിക് റെവല്യൂഷന് ശേഷം അവിടെ അധികാരത്തിൽ വന്ന ആയത്തുള്ള ഖൊമൈനി, അദ്ദേഹത്തിൻ്റെ നേതൃത്വമുള്ള ഭരണമായിരുന്നു. അദ്ദേഹം ഒരു തികഞ്ഞ മതവാദിയായിട്ടുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ മുടിക്കുക എന്ന് പറയുന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഫലമായിട്ടാണ് ഇസ്രായേൽ പിന്നീട് ഇറാൻ്റെ കണ്ണിലെ കരടായി തീരുന്നത്. അങ്ങനെ 1982 ആയപ്പോഴേക്കും ലെബനീസ് സിവിൽ വാർ നടക്കുകയാണ്. ഈ ലെബനീസ് സിവിൽ വാർ നടക്കുന്ന സമയത്ത് തെക്കൻ ലെബനിൽ, സദേൺ ലെബനനിൽ ഇസ്രായേൽ സൈനികമായിട്ട് ഇടപെട്ടു. ഇസ്രായേലിൻ്റെ ഇടപെടലിനെ ചെറുക്കുവാനായിട്ട് ഈ ഖൊമൈനി എന്ത് ചെയ്തു? അവരുടെ റെവല്യൂഷണറി ഗാർഡ്സിനെ, അവിടെയുള്ള മിലീഷ്യയെ സഹായിക്കുന്നതിനായിട്ട് ഈ ഖൊമൈനി റെവല്യൂഷണറി ഗാർഡ്സിൽ നിന്നുള്ള സൈനികരെ സഹായത്തിനായിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് അയച്ചു എന്നുള്ളതാണ്. അതിൻ്റെ തെളിവാണ് നമ്മൾ കഴിഞ്ഞിടെ കണ്ടതായിരിക്കുന്ന ഹെസ്ബുള്ള എന്ന് പറയുന്ന ഈ ഷിയ മിലിഷ്യ എന്ന് പറയുന്നത്. ജൂതന്മാരെ മുടിക്കുക, ജൂതന്മാരെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കുക എന്നുള്ളതാണ്
ഇവരുടെ ലക്ഷ്യം. അത് പരസ്യമായിട്ടും അല്ലാതെയൊക്കെ ഇവർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു രാജ്യം ന്യൂക്ലിയർ പവർ ആകുന്നതിൽ ഇസ്രായേലിന് എന്താണ് ഇതിന് മാത്രമായിട്ടുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പിന്നീട് ഉണ്ടാകില്ലെന്നുള്ള ഒരു ഭയം ഇസ്രായേലിനുണ്ട്. ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധം കിട്ടിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിന് വലിയ ആശങ്കയുണ്ട്. അത് പ്രയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ചിലരെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് ലീഡർ എന്ന് പറഞ്ഞാൽ ആയത്തുള്ള ഖമനേയി. ഈ ഖമനേയിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ വൈപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുക എന്ന് പറയുന്നതാണ് അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പറയുന്ന പ്രോക്സികളെ പല നിലകളിൽ ഉണ്ടാക്കുന്നത്. ജൂതൻ ഈ ഭൂമുഖത്തുണ്ടാകരുത് എന്നുള്ള ജൂതവെറിയുടെ ഏറ്റവും വലിയ തെളിവാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇത് മനസ്സിലാക്കിയ ഇസ്രായേല്, മൊസാദ് അവർ വളരെ ജാഗരൂകരാണ് എന്നുള്ളതാണ്. 1948 ജൂതരാഷ്ട്രം പിറവിയെടുത്ത സമയത്ത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ഈ അറബ് പട തോറ്റോടിയ ചരിത്രമാണ് ചരിത്രത്തിന് പറയാനുള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ പട്ടാളക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ, അവരുടെ പോരാട്ട വീര്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ തിരിഞ്ഞോടിയ ചരിത്രമാണ് ഈജിപ്തിലെ പട്ടാളക്കാർക്കുണ്ടായത് എന്ന് കാണാൻ കഴിയും. മാത്രമല്ല, തിരിഞ്ഞോടി അവർ ഈജിപ്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഈജിപ്തുകാർ കണ്ടതെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഭടന്മാർ വരുന്നു എന്ന് കരുതിക്കൊണ്ട് ഈജിപ്തുകാരെ തന്നെ എന്ത് ചെയ്തു, ഈജിപ്തിലെ പട്ടാളക്കാരെ തന്നെ ഈജിപ്തുകാർ തന്നെ എന്ത് ചെയ്തു, കൊല്ലാൻ തുടങ്ങി എന്നുള്ളതാണ്. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും കുറേ എണ്ണം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് എന്താണ്, ഇത് ഞങ്ങളുടെ ഭടന്മാരെ തന്നെയാണ് ഞങ്ങൾ കൊല്ലണമെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായത്. അതുവരെ മനസ്സിലായില്ല. ഈ നിലകളിലുള്ള ട്രാജഡി പോലും അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ യുദ്ധ ചരിത്രത്തിൽ നമുക്ക് കാണാം. ജൂതനെ മുഴുവൻ സമൂലമായിട്ട് കൊന്നൊടുക്കി അവരെ മരുഭൂമിയിൽ കുഴിയെടുത്ത് മൂടാനായിട്ടുള്ള എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്തിട്ടാണ് ഇവരെ യുദ്ധത്തിന് വന്നത് എന്ന് കാണാൻ കഴിയും. ആ നിലയിൽ ശക്തമായിരിക്കുന്ന ഒരു ജൂതവിരോധം ഇന്നും കെടാതെ ഇറാൻ സൂക്ഷിക്കുന്നു എന്നുള്ളത്. അന്ന് അറബ് രാജ്യങ്ങൾ എല്ലാവരും കൂടി ശ്രമിച്ചത് ഇന്ന് ഇറാന്റെ രൂപത്തിൽ വരുന്നു എന്നുള്ളത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇല്ലാതാകണമെന്നുണ്ടെങ്കിൽ പാലസ്തീൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ പാലസ്തീൻ ഒരു രാജ്യമുണ്ടായാൽ ഈ പ്രശ്നത്തിനൊന്നും പരിഹാരം ഉണ്ടാകില്ല. പകരം എന്ത് ചെയ്യണം, ജൂതനോടുള്ള വിരോധം എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം. അപ്പോഴേക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഒരു മേശയ്ക്ക് ചുറ്റും ജൂതന്മാരും അറബികളും ഒരുമിച്ച് കൂടുന്ന ഒരു സമയം എന്ന് സംജാതമാകുമോ അന്നേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ. അല്ലാതെ ഇസ്രായേൽ രാജ്യം മുഴുവനായിട്ടും അറബികൾക്ക് തീറെഴുതി കൊടുത്തു എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഇറാന് തീറെഴുതി കൊടുത്തു എന്ന് പറഞ്ഞാലും ജൂതൻ രക്ഷപ്പെടുകയില്ല. ജൂതനോടുള്ള വിരോധം അവസാനിക്കും.